നമസ്കാരം. പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് പലരും ചോദിക്കാറുള്ള ചില പ്രധാന ചോദ്യങ്ങളുണ്ട്. സമ്പാദിക്കുന്നുണ്ടെങ്കിലും കയ്യിൽ പണം നിൽക്കുന്നില്ല എന്ന പരാതിയാണ് പലർക്കും പറയാനുള്ളത്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി 2300 വർഷങ്ങൾക്ക് മുൻപേ ആചാര്യ ചാണക്യൻ നൽകിയിട്ടുണ്ട്. അർത്ഥശാസ്ത്രത്തിലൂടെ അദ്ദേഹം പകർന്നു നൽകിയ ആ വലിയ പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കടബാധ്യതയെക്കുറിച്ച് ചോദ്യം: എനിക്ക് നല്ല ശമ്പളമുണ്ട്, പക്ഷേ മാസാവസാനം കയ്യിൽ ഒന്നും കാണില്ല. എല്ലാം അടച്ചു തീർക്കാനേ ഉള്ളൂ. ഞാൻ എന്തു ചെയ്യണം? മറുപടി: ചാണക്യൻ പറയുന്നു, ശത്രുവിനെപ്പോലെ കടത്തെയും ഭയപ്പെടണം. രോഗത്തെയും കടത്തെയും തുടക്കത്തിലേ നശിപ്പിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ ഇല്ലാതാക്കും. നിങ്ങൾ ആഡംബരത്തിന് വേണ്ടിയാണോ കടമെടുക്കുന്നത്? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഴി തോണ്ടുകയാണ്. കടം വാങ്ങി ജീവിക്കുന്നവൻ ഒരിക്കലും സ്വതന്ത്രനാകില്ല. അത് നിങ്ങളുടെ മനസ്സമാധാനം കവർന്നെടുക്കും. ആദ്യം നിങ്ങളുടെ കടങ്ങൾ തീർക്കുക, എന്നിട്ട് മാത്രം ആഡംബരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിക്ഷേപത്തിന്റെ പ്രാധാന്യം. ചോദ്യം: പണം നഷ്ടപ്പെടുമെന്ന പേടി കാരണം ഞാൻ എവിടെയും നിക്ഷേപിക്കാറില്ല. സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ വെക്കുന്നതല്ലേ ഏറ്റവും സുരക്ഷിതം? മറുപടി: ഒരിക്കലുമല്ല. ചാണക്യൻ പറയുന്നു, പണം ഒഴുകുന്ന നദി പോലെയായിരിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ പണം ഒരിടത്ത് തന്നെ ഇരുന്നാൽ അത് നശിച്ചുപോകും. സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെയിരിക്കുന്ന പണത്തിന്റെ മൂല്യം കാലക്രമേണ കുറയുകയേ ഉള്ളൂ. അറിവുള്ളവരോട് ചോദിച്ച് ശരിയായ ഇടങ്ങളിൽ പണം നിക്ഷേപിക്കുക. വിവേകത്തോടെ നിക്ഷേപിക്കാത്ത പണം, വളരാത്ത പണം ചത്തതിനു തുല്യമാണ്. ബിസിനസ്സും പങ്കാളിത്തവും. ചോദ്യം: എന്റെ അടുത്ത സുഹൃത്തുമായി ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. ഇതിൽ എന്തെങ്കിലും അപകടമുണ്ടോ? മറുപടി: ചാണക്യൻ നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് ഇതാണ്: സൗഹൃദത്തിന്റെ പേരിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. പണത്തിന്റെ കാര്യത്തിൽ സ്വന്തം നിഴലിനെപ്പോലും അമിതമായി വിശ്വസിക്കരുത് എന്നാണ് അർത്ഥശാസ്ത്രം പറയുന്നത്. ബിസിനസ്സിൽ എല്ലാം രേഖാമൂലം തന്നെ ചെയ്യുക. വ്യക്തമായ കണക്കുകളും കരാറുകളും ഇല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെയും നിങ്ങളുടെ പണത്തെയും ഒരേപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഉപസംഹാരം. ഇതായിരുന്നു ചാണക്യന്റെ പ്രധാനപ്പെട്ട ചില ധനതന്ത്രങ്ങൾ. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകൂ. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് അവ ചർച്ച ചെയ്യാം. നന്ദി.